ഹലോ, ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഒന്നുകൊണ്ട് വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാട്ടോ. ഉമ്മാക്കാണെങ്കിൽ പുറത്തേക്ക് കറങ്ങാൻ പോണൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മളാണ് ഇന്നലെ മുതലുള്ള വെറുതെ ഇരിക്കല്ലേ, പെരുന്നാളായിട്ട് അങ്ങോട്ട് പോയിരുന്നില്ലല്ലോ. ഒന്ന് പുറത്തൊക്കെ പോയി ചുമ്മാ കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ചുമ്മാ എന്തെങ്കിലും കഴിക്കാനൊക്കെ വിചാരിച്ച് കയറിയതാട്ടാ. പിന്നെ അവിടെ വെച്ച് വാപ്പ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ വാപ്പ ഇവിടെ ഇല്ല പുറത്താന്ന്. പിന്നെ ഉമ്മയാണ് വാപ്പടുത്ത് ഇങ്ങനെ ഓരോ പരാതികളൊക്കെ പറഞ്ഞിരിക്കുന്നു, പെരുന്നാളായിട്ടും ഒറ്റയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട്. വാപ്പ ഇപ്പൊ പോയാണ് സൗദിക്കാട്ടോ. മുന്നേ സൗദിയിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ പോയിട്ട് കുറച്ചു നാളായിട്ടുള്ളൂ. അങ്ങനെ വാപ്പാടത്ത് കുറെ നേരം സംസാരിച്ച് വിശേഷമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഉമ്മയാണ് ഇനി നാളെ പോട്ടോ. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇനി ആളും കൂടെ വരുള്ളൂ. പിന്നെ കുറെ നേരം ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം വന്നിട്ടോ, നമ്മൾ ഫലൂടെ ആട്ടോ വാങ്ങിച്ചേ. പിന്നെ ഉമ്മാക്കാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഫ്രഷ് ലൈം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഐസ്ക്രീം കഴിക്കാനോ ഷേക്ക് കുടിക്കാനോ ഒന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരം ആലോചിച്ച് അങ്ങോട്ട് പോകേണ്ടി. പിന്നെ ചാലക്കുട്ടിൽ പിന്നെ അങ്ങനെ കറങ്ങാനും പോകത്തിന് സ്ഥലങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നേരം മണിപ്പാർക്കിലേക്കാണ് പോയത്. പിന്നെ ഉമ്മാക്ക് പിന്നെ അത്യാവശ്യം ചാലക്കുട്ടിലെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. ഞങ്ങൾ അവിടെ പോയിട്ട് കുറെ നേരം ഇരുന്നോട്ടെ, കാല് നീര് വെച്ചാൽ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. ഞങ്ങൾ അവിടെ ഒരു കസേരയിൽ കുറെ നേരം ഇരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, പിള്ളേരെ കൊണ്ട് കളിക്കാൻ വന്നവരും പിന്നെ നടക്കാൻ വന്നവരും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞില്ല ഉമ്മാക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വാപ്പ പണ്ടേ സൗദിയിലായതുകൊണ്ട് വാപ്പ ഇങ്ങനെ ലീവിനൊക്കെ വരുമ്പോൾ മാത്രമേ ഉമ്മാനെ ഇങ്ങനെ കറങ്ങാൻ കൊണ്ടുപോകാറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഉമ്മ വീട്ടിൽ തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ടൊക്കെ ഇങ്ങനെ പുറത്ത് പോവാ അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കറങ്ങാനൊക്കെ പോകാറുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ പുറത്തു ചുമ്മാ എന്തെങ്കിലും സാധനമൊക്കെ എടുക്കായിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങിയിട്ട് ചേർക്കുമായിരുന്നു. പിന്നെ ഒക്കെ പോയപ്പോഴായാലും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ പുറത്തേക്ക്. ഫുഡ് അടിക്കാനോ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനോ ചുമ്മാ കറങ്ങി എടുക്കാറ്. പിന്നെ എനിക്ക് 7-ാം മാസമായിട്ട് എന്റെ കൂട്ടിക്കൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ പിന്നെ അവിടെ ഒറ്റയ്ക്കല്ല, അപ്പം അങ്ങനെ പുറത്തേക്കൊന്നും പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ സന്ധ്യ ആയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അധികം നേരം നിൽക്കാൻ നിന്നില്ല. ഹലോ ഗൈസ്, ഈ ആനേനെ വീട്ടിൽ കൊണ്ടുപോക്കോ. ക്യാമറ ഉണ്ടാവും, പിടിക്കും. എന്നിട്ടൊരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.